അള്ളാഹുവിന്റെ സുന്ദരമായ നാമം നമ്മൾ ചൊല്ലുകയാണ്. അതിന്റെ ഇടയിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ പരിശുദ്ധമായ സുന്ദരമായ ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദനീയമാക്കി തന്നതും അനുവദനീയമാക്കി തരാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ അനുവദനീയമാക്കിയതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും അനുവദനീയമാക്കാത്തതെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ കടമയാണ്. അത് എല്ലാ വിഷയങ്ങളിലും, പ്രത്യേകിച്ച് നമ്മുടെ ആചാരങ്ങളിൽ, നമ്മുടെ കല്യാണങ്ങളിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ, നമ്മുടെ ദൈനംദിന ജീവിതങ്ങളിൽ എല്ലാം അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഞാനിത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം, ഞാനിപ്പോൾ പുതിയൊരു ക്ലിപ്പിംഗ് കണ്ടു. അതില് ഒരു ചെറിയ കുട്ടി, ആ കുട്ടിയുടെ ഒരു ആഘോഷ പരിപാടിയാണ്. ആഘോഷ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ആ കുഞ്ഞിന് പല്ല് മുളച്ചു എന്നതിന്റെ പേരിൽ അങ്ങനെ ഒരു ആഘോഷ പരിപാടി. നഊദു ബില്ലാഹ്. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഉള്ള ആചാരങ്ങളെ കൊണ്ട് മനുഷ്യൻ കുടുങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കല്യാണത്തിന്റെ പേരിൽ നടക്കുന്ന ഒരുപാട് അനാവശ്യമായ ആചാരങ്ങൾ, ഒരിക്കലും മുഅ്മിനായ മനുഷ്യനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരുപാട് വിഷയങ്ങൾ, കല്യാണവുമായി ബന്ധപ്പെട്ട്, പുതിയാപ്പിളയുമായി ബന്ധപ്പെട്ട്, പുതിയണ്ണുമായി ബന്ധപ്പെട്ട്, അവര് വരന്റെ വീട്ടിലേക്ക് വരുന്നത്, ഭാര്യ വീട്ടിലേക്ക് വരുന്നത്, സമയം വൈകി വരുന്നത്, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള്, വെടിപൊട്ടിക്കല്, അങ്ങനെ തുടങ്ങി ഒരുപാട് അനാവശ്യമായ, അല്ലാഹുവിന്റെ ദീൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത വൃത്തികേടുകൾ നടക്കുകയാണ്. ആ ആചാരങ്ങൾക്കിടയിൽ നമ്മള് ഇങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കുകയാണ്. അതുപോലെ തന്നെ കല്യാണവുമായി ബന്ധപ്പെട്ട് പുതിയ പെണ്ണിനെ കൊണ്ടുപോകുന്ന ഒരുപാട് സമ്മാനങ്ങളും മറ്റുമൊക്കെയായി ഒരുപാട് പാവപ്പെട്ട ആളുകൾ അടക്കം വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഇപ്പൊ പുതിയ ഒരു ആചാരം നമ്മൾ കാണുന്നത്. അതെന്താണ്? ഒരു കുഞ്ഞിന് ഒരു പല്ല് മുളച്ചു. അൽഹംദുലില്ലാഹ്, നല്ല കാര്യല്ലേ? ഒരു കുഞ്ഞിന് പല്ല് മുളക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹം. പല്ല് മുളക്കാത്ത കുറെ ആളുകളുണ്ട്. അപ്പൊ ഈ പല്ല് മുളച്ചു എന്നതിന്റെ പേരിൽ ഒരു കുഞ്ഞിനുമായി ബന്ധപ്പെട്ട് കുറെ ആചാരങ്ങളും അതുമായി ബന്ധപ്പെട്ട് കുറെ അനാവശ്യമായി ഇല്ലാത്തതെല്ലാം കൂട്ടിക്കലർത്തുകയാണ് അള്ളാഹുവിന്റെ ദീനിൽ. ഓരോരുത്തരങ്ങനെ ഓരോരുത്തർക്കും തോന്നിയതുപോലെ അങ്ങ് ചെയ്യുകയാണ്. അതാണോ പരിശുദ്ധ ദീനുൽ ഇസ്ലാം? ഒരു മുഅ്മിനായ മനുഷ്യന് അത് സാധ്യമാണോ? ഒരു മുഅ്മിനായ മനുഷ്യൻ അതിനാണോ മാതൃക കാണിക്കേണ്ടത്? മാതൃക കാണിക്കേണ്ട എന്തൊക്കെ വിഷയങ്ങൾ ഇവിടെയുണ്ട്. അങ്ങനെ അതിലൊന്നും മാതൃക കാണിക്കാതെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വെറുതെ അനാവശ്യമായി ഇടപെട്ട് പുതിയ ആചാരങ്ങൾ സൃഷ്ടിച്ച് ഈ ഉമ്മത്തിനെ പറയിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള വൃത്തികേടുകളിൽ നിന്ന് ഈ ഉമ്മത്തിലെ മെമ്പർമാര് വിട്ടുനിൽക്കണമെന്നാണ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മദനീയം കുടുംബങ്ങളോടും എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലത് മനസ്സിലാക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതൊന്നും നല്ലതിനല്ല. അത് മക്കളുമായി ബന്ധപ്പെട്ടായാലും എന്തുമായി ബന്ധപ്പെട്ടായാലും അതൊന്നും നല്ലതിനല്ല. അതുകൊണ്ടൊക്കെ വലിയ ദൂഷ്യങ്ങളാണ് ഉണ്ടാവുക എന്ന് നമ്മളെല്ലാവരും ഓർക്കണം. ഞാൻ കൂടുതൽ അതിലേക്ക് കടന്നു പോകുന്നില്ല. സാന്ദർഭികമായി അങ്ങനെ ഒരു വിഷയം കണ്ടപ്പോ അത് ഓർമ്മപ്പെടുത്തണമല്ലോ. അവരാരാണെന്നോ എന്താണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മളൊരു വിഷയത്തെ ഒരു ആചാരമായി ഇനി ആരും കൊണ്ടുവരരുത്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി പുതുതായി ആരും അങ്ങനെയുള്ള ഒരു വിഷയവുമായി വരരുത്. ദയവ് ചെയ്ത് ഇല്ലാത്ത കുറെ ആചാരങ്ങൾ ഉണ്ടാക്കരുത് എന്ന് എല്ലാവരോടും വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.